ബിഗ് ബോസ് മലയാളം സീസൺ 6 രണ്ടാം ദിവസം പകലെന്താടും ആ പാട്ട് കൊണ്ടാണ് തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ രതീഷ് ശ്രീതുവിനെ ചൊറിയുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയത്. രതീഷ് ശ്രീതുവിനെ നല്ല കുത്തി കുത്തി ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീതു ആണെങ്കിൽ നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. ശ്രീതു നല്ല സർക്കാസ്റ്റിക് ആയിട്ടാണ് മറുപടി എല്ലാം കൊടുത്തിരുന്നത്. അതിനുശേഷം രതീഷ് തന്റെ ഗെയിം സ്ട്രാറ്റജി തുറന്ന് പറയുണ്ടായി. 2 ദിവസം കൊണ്ട് 6 പേരാണ് ആൾ ശത്രുക്കളാക്കിയിട്ടുള്ളത്. 4 ദിവസം കൊണ്ട് 12 പേരെ ശത്രുക്കളാക്കുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 6 ദിവസം കൊണ്ട് 18 കണ്ടസ്റ്റൻസിനെയും ശത്രുക്കളാക്കാൻ തന്നെ കൊണ്ട് പറ്റുമെന്നാണ് രതീഷ് ശ്രീധുവിനോട് വെളിപ്പെടുത്തിയത്. ഇതേ സമയം തന്നെ മറ്റൊരു സൈഡിൽ നമ്മുടെ റോക്കി അസി, അതുപോലെ സുരേഷ് ഏട്ടൻ, പിന്നെ മമ്മൂടിയൻ എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റോക്കി അസി രതീഷിന് ഒരു ജോക്കറിനോടാണ് ഉപമിച്ചത്. രതീഷ് ഒരു ജോക്കറിനെ പോലെയാണെന്നാണ് റോക്കി പറഞ്ഞത്. അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ അടുത്തത് ജിൻഡോ ആയിട്ടാണ് രതീഷ് കോർത്തത്. ജിൻഡോക്ക് ഒരു ഉപദേശമായിട്ട് വന്നതായിരുന്നു രതീഷ്. ലേഡീസിൻ്റെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും താൻ കൊമ്പ് കോർക്കാറുണ്ടെന്നാണ് രതീഷ് അടിവരയിട്ട് പറഞ്ഞിരുന്നത്. അതും പറഞ്ഞ് രതീഷ് ഭയങ്കരമായിട്ട് ഹൈപ്പർ ആവുന്നുണ്ടായിരുന്നു. അതും പറഞ്ഞ് രതീഷ് നല്ല ഹൈപ്പറായിട്ടാണ് ജിൻഡോൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നത്. ജിൻഡോ അതേപോലെ തന്നെയാണ് താൻ ലേഡീസിൻ്റെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും കൊമ്പ് കോർക്കാറുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കാണുന്ന സീന് രതീഷ് ക്ലീനിങ് ടീമിൻ്റെ അടുത്ത് പോയിട്ട് ഡൈനിങ് ടേബിൾ ക്ലീൻ ആയിരുന്നില്ല, അതെല്ലാം ഞാനാണ് ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ശരണ്യ അടുത്ത് ചുമ്മാ ശരണ്യനെ പ്രൊവോക്ക് ചെയ്തിട്ട് സംസാരിക്കുന്ന സീനാണ് പിന്നെ അടുത്ത് നമ്മൾ കണ്ടത്. അത് ശരണ്യക്കും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആർക്കും ശരിക്കും പിടിച്ചിട്ടില്ല. എല്ലാവരും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു. എന്നാൽ രതീഷ് ഒട്ടും വിട്ടെടുത്തില്ല. രതീഷ് ഏത്തമിടാമെന്ന് പറഞ്ഞിട്ട് രതീഷ് സ്വയം ഏത്തമിടുന്ന സീനാണ് പിന്നെ കണ്ടത്. അപ്പോൾ ഇതുവരെയുള്ള സീനുകളെല്ലാം കണ്ടപ്പോൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരാൾ രതീഷാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. രതീഷ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു വീടായി മാറിയിരുന്നെ ബിഗ് ബോസിന്റെ വീട്. രതീഷ് എല്ലാവരുടെ അടുത്തും പോയിട്ട് ചൊറിയുന്നാണെങ്കിലും നല്ല ആക്റ്റീവാക്കി നിർത്തുന്നുണ്ട് ബാക്കി എല്ലാവരെയും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇനി അടുത്ത് വരുന്നത് മോർണിംഗ് ടാസ്ക് ആണ്.